കോൺഗ്രസിനെ കോമാളിയാക്കുന്ന രാഹുൽ. ഏറെക്കുറെ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുന്നത്തെ അവസാനത്തെ നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി. സ്വാഭാവികമായും ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ രാഷ്ട്രീയ വാഗ്വാദങ്ങൾ കൊണ്ട് കൊഴുക്കേണ്ടുന്ന ഒരു സഭാ സമ്മേളനം എങ്ങനെയായിരിക്കണമെന്നതിന്റെ ഒരു സൂചന ആദ്യ ദിവസം തന്നെ നമുക്ക് ലഭിച്ചു. പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ നേതാവിനും ഒരു പ്രസക്തിയും ഇല്ലാതാക്കി വാർത്തകൾ മുഴുവൻ തന്നിലേക്ക് കേന്ദ്രീകരിപ്പിച്ച് രാഹുൽ വീണ്ടും കോൺഗ്രസ് സംവിധാനത്തെ ആകെ കോമാളിയാക്കിയിരിക്കുന്നു. UDFും പ്രതിപക്ഷ നേതാവും ഒരുപോലെ ആവശ്യപ്പെട്ടിട്ടും പ്രതിപക്ഷ സംവിധാനത്തെ മുഴുവൻ വെല്ലുവിളിച്ച് രാഹുൽ മാങ്കൂട്ടം സഭയിലെത്തുന്നു. ഭരണപക്ഷത്തെ ചോദ്യശരങ്ങളിൽ നിർത്തി രാഷ്ട്രീയ നേട്ടം കൊയ്യേണ്ടുന്ന ഭരണത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഒരു സ്ത്രീ പീഡകനെ ന്യായീകരിച്ചും സ്വന്തം പാർട്ടിയിലെ വെട്ടുകിളിക്കൂട്ടങ്ങളുടെ തെറിവിളികൾക്ക് മറുപടി കൊടുത്തും വിയർക്കേണ്ടുന്ന ഗതികേടിലാണ് കോൺഗ്രസ്. തെരുവുകളെ സമരകലുഷിതമാക്കേണ്ട പ്രതിപക്ഷ യുവജന സംഘടനകളുടെ കാര്യം അതിലേറെ കഷ്ടമാണ്. സമരങ്ങൾ ആഹ്വാനം ചെയ്യാനോ നേതൃത്വം കൊടുക്കാനോ യൂത്ത് കോൺഗ്രസിന് നിലവിലൊരു സംസ്ഥാന അധ്യക്ഷനില്ല. യൂത്ത് ലീഗിലാണെങ്കിൽ PK ഫിറോസിന് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി കൊടുക്കാനല്ലാതെ സമരങ്ങൾക്ക് നേതൃത്വം നൽകാനും കഴിയുന്നില്ല. KPCC നേതൃയോഗത്തിൽ ഷാഫി പങ്കെടുക്കാതിരിക്കുന്നതും രാഹുലിനുള്ള പിന്തുണയുടെ സൂചനയാണ്. അക്ഷരാർത്ഥത്തിൽ കേരളീയർക്ക് മുന്നിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോൺഗ്രസിനെ കോമാളിയാക്കി നിർത്തുകയാണ് രാഹുൽ മാങ്കൂട്ടവും അയാളുടെ സംരക്ഷകരായ ഷാഫി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വവും. എന്തായാലും വളർത്തി വലുതാക്കിയ കോൺഗ്രസ് പാർട്ടിയെ ഇങ്ങനെ പൊതുമധ്യത്തിൽ തൊലിയൊലിച്ചു നിർത്താൻ മാത്രം രാഹുലിന്റെയും ഷാഫിയുടെയും കയ്യിലുള്ള ആയുധം എന്തെന്ന് സാധാരണ കോൺഗ്രസുകാർ പോലും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്.